ഹലോ ഗൈസ്, അപ്പോൾ 5 മണിയായി. നമ്മുടെ ലാസ്റ്റത്തെ ഷോർട്സിന് ഇച്ചിമുള്ളി ഫാൻസ് വന്നിട്ട് ഒരേ കമൻ്റ് ഇടലാണ്. എന്തൊക്കെ അവരാടാ കമൻസിലൊന്ന് വിളിച്ച് പറയുന്നത്. എനിക്ക് തിരിച്ച് പറയാൻ അറിയായിട്ടല്ല, എല്ലാത്തിനും ഞാൻ തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം വീഡിയോയിലോട്ടേക്ക് പോവാം. എന്താ സീൻ, വാട്ട് ഹാപ്പൻഡ് എന്ന് ചോദിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അതെ, എല്ലാവർക്കും അറിയാലോ, മമ്മൂൻ്റെ കുളിസീൻ കാണൽ. എന്ത് കുളിസീൻ കാണൽ? അയൽപ്പക്കത്തെ ചേച്ചീൻ്റെ കുളിസീൻ മതിൽ അടിപ്പോയിരുന്ന് കാണില്ല. അത് ഒറ്റക്കല്ല, ഇരട്ടക്ക്. എല്ലാവരും കിക്കുന്നുണ്ട്. എക്സ്പ്ലെയിൻ എന്ന് പറയുന്നുണ്ട്. എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞ സംഭവം തന്നെയാടാ. എക്സ്പ്ലെയിനാ? എന്ത് എക്സ്പ്ലെയിൻ? ആ ഇൻ്റർവ്യൂവിൽ നല്ലോണം ഇരുന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ഇതിൽ കൂടുതൽ എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാനാ? ആ ഇൻ്റർവ്യൂവർ നല്ലോണം ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇതിലും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അത് ഇൻ്റർവ്യൂ മാറി കമ്പി കഥയായിട്ട് മാറും. സീരിയസ് ഇഷ്യൂ ആണെന്നുള്ളത് അവർക്ക് അറിയാം. ഓക്കെ, അതുകൊണ്ട് വഫ ഹുസൈൻ ഈ ഒരു മൊമെന്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഷമീർ ബാക്കിൽ അവർക്കൊക്കെ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട് സ്ക്രീനിലോട്ട് കയറാൻ. അപ്പോൾ ഇവിടം തൊട്ടാണ് നമ്മുടെ സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വഫ ഹുസൈൻ അല്ല, വഫ ഹുസൈനാണ് ആദ്യം റിയാക്ട് ചെയ്തത്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഇന്റർവ്യൂ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, ഈ ഒരു MRG ഗാംഗിലെ ഏറ്റവും വലിയ പൊട്ടനാണ് ഷമീർ. തൊപ്പി ഇടക്കൊക്കെ പറയണ്ടല്ലോ, HDMIയോ IMEO അങ്ങനെ എന്തോ ആണ് മമ്മു എന്നുള്ളത്. അത് ആക്ച്വലി ഈ ഷമീറാണ്. ഇപ്പം നിങ്ങൾ വന്നിട്ട് കമൻറ്റ് ഇടുമായിരിക്കും, അവൻ CA കാരനാണ്, വലിയ മണ്ടനാണ്, മരമണ്ടനാണെന്നൊക്കെ. വാട്ട് എവർ ഇറ്റ് ഈസ്, അവനാണ് ഈ ഒരു സ്ക്രിപ്റ്റ് കോളാക്കിയത്. അവരാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വീഡിയോ കിടന്ന് ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഗ്യാങ്ങിലുള്ള ആൾക്കാരുടെ അഭിപ്രായം പറ. ഒരാൾക്ക് ഓരോ അഭിപ്രായം. നിങ്ങളെ സൈഡ് ആദ്യം പറ. ചാൻസ് കൊടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതൊരു മേജർ തെറ്റാണ്. അല്ല, ഓൻ ചെയ്തു സംഭവം. ഒക്കെ പണ്ട് ചെറുപ്പത്തില് ബുദ്ധിയില്ലാത്ത പ്രായത്തിൽ എന്തൊക്കെയാണ് ഇവന്മാർ പറയുന്നത്? ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. ഇവർ പറയും ഇത് ഇല്ലാത്ത കാര്യമാണ്, മമ്മു ഗ്യാസ് ലൈറ്റ് ചെയ്തതാണ്. പക്ഷെ ഷമീർ എന്താ പറയുക, അവൻ ചെറുപ്പത്തിൽ എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട്, അവൻ ചെയ്ത തെറ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് തേങ്ങയാണോ എന്തോ. തീരുമാനം നിങ്ങളതാണ്. അൾട്ടിമേറ്റ്ലി ഓഡിയൻസ് പറയുന്നത് പോലെ ചെയ്യുമെന്നുള്ള ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. ബാക്കി പോളിൻ്റെ റിസൾട്ട് വരെ നമുക്ക് പോൾ ഇടാം. അതായിരിക്കും ബാക്കി. എല്ലാവരും കിക്ക് ചെയ്തു പോൾ ഇടേണ്ട കാര്യം പോലും ഇല്ല. കാരണം മൊത്തം കിക്ക് തന്നെയുള്ള എല്ലാവരും പുറത്താക്കാൻ തന്നെ പറയുന്നത്. പുറത്താക്കുവാണെങ്കിൽ ആദ്യം ഷമീർ പൊട്ടനെ പുറത്താക്കണം. നിങ്ങൾ ആലോചിക്കണം, മമ്മൂന് ബോധമില്ല. ഓക്കെ, അവൻ്റെ പ്രായത്തിൻ്റെ ആയിരിക്കും. ആ ഷമീർ പോത്തുപോലെ വളർന്നിട്ടുണ്ട്. അവനും ഇൻ്റർവ്യൂവിൻ്റെ അവിടെ മൂലിക്കിരിപ്പുണ്ടായിരുന്നു. പക്ഷേ അവനത് കേട്ടിട്ടുമില്ല. അവൻ പറയുന്നത് മമ്മു പറയുന്ന കേട്ടു എന്നാണ്. അവർക്കറിയാം ഇതൊരു കോണ്ടൻ്റാണ്. ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വൈറൽ കോണ്ടൻ്റാണ്. അപ്പോൾ ഒരാഴ്ചത്തേക്ക് ഓടിക്കാനും 1 മില്യൺ അടിക്കാനും പിന്നെ നമുക്ക് പോസ്റ്റ് എന്നുള്ള ഡ്രീമിലോട്ടൊക്കെ അച്ചീവ് ചെയ്യാനും ഉള്ളൊരു വേ ആണ് ഈ ഒരു കോണ്ടന്റ്. അതായത് പക്ഷെ മമ്മു പറയുന്നതെന്ന് വെച്ചാൽ ഇവൻ ഇന്റർവ്യൂക്കാരവിടുന്ന് എന്തെങ്കിലും ഫണ്ണു ആണോ, എന്തെങ്കിലും കോമഡി ആക്കുന്നിട്ട് നിർബന്ധിച്ചിട്ടാണ് ഇവൻ ഇത് പറഞ്ഞെന്നാ പറയുന്നത്. ഇതാണോ ഫണ്ണ് എന്ന് പറഞ്ഞിട്ട് ഇത് അവസാനം പണ്ണലായിപ്പോയി. മമ്മു പറയുന്നതും കൂടി നമുക്ക് നോക്കിയിട്ട്. സുഹൃത്തുക്കളെ, മമ്മൂൻ്റെ വരവായി. മമ്മൂന് എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം. ഇച്ചിമുള്ളികളുടെ സമാധാനമായ മമ്മൂന് എന്താ പറയാനുള്ളത് നമുക്ക് എന്തായാലും കേട്ടേ പറ്റുള്ളൂ. പറച്ചിലൊന്നുമില്ല, കരച്ചിലാണ്. എന്നാലും നമുക്ക് കേൾക്കാം.